ലണ്ടനിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ വൻ അപകടത്തിൽ ലോക്കോ പൈലറ്റിന് ദാരുണാന്ത്യം. 80-ലധികം യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ലണ്ടന് വടക്ക് ബെഡ്ഫോർഡിന് സമീപം വെള്ളിയാഴ്ച വൈകുന്നേരം 5:15-ഓടെയാണ് നാടിനെ നടുക്കിയ ഈ ദുരന്തം സംഭവിച്ചത്. ലണ്ടനിലെ സെന്റ് പാൻക്രാസ് സ്റ്റേഷനിലേക്ക് ഒരേ ദിശയിൽ പോവുകയായിരുന്ന 2 ട്രെയിനുകളാണ് അപകടത്തിൽപ്പെട്ടത്. കോർബിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനും നോട്ടിംഗ്ഹാമിൽ നിന്ന് വന്ന ട്രെയിനുമാണ് കൂട്ടിയിടിച്ചത്. ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് ആംബുലൻസ് സർവീസ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം പരിക്കേറ്റവരിൽ 11 പേരുടെ നില അതീവ ഗുരുതരമാണ്. 22 പേർക്ക് സാരമായ പരിക്കുകളും 56 പേർക്ക് നിസാര പരിക്കുകളും ഏറ്റിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് പോലീസ് അടിയന്തര സാഹചര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എയർ ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വൻ സന്നാഹങ്ങളോടെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് അപകടമുണ്ടായതെന്ന് യാത്രക്കാർ പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ മുന്നിലെ സീറ്റുകളിലേക്ക് തെറിച്ചു വീണെന്നും എങ്ങും പുകയും നിലവിളികളും മാത്രമായിരുന്നുവെന്നും അപകടത്തിൽപ്പെട്ട പീറ്റർ നാപ്പ് എന്ന യാത്രക്കാരൻ പ്രതികരിച്ചു. ചോര ഒലിക്കുന്ന നിലയിലും അസ്ഥികൾ ഒടിഞ്ഞ നിലയിലുമാണ് പല യാത്രക്കാരെയും പുറത്തെടുത്തത്. അതേസമയം മരിച്ചത് ലോക്കോ പൈലറ്റ് ആണെന്ന് റെയിൽവേ തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി എഡ്ഡി ഡാംസി സ്ഥിരീകരിച്ചു. ജീവനക്കാർക്കും യാത്രക്കാർക്കും ഗുരുതരമായി പരിക്കേറ്റതിൽ യൂണിയൻ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് സെന്റ് പാൻക്രാസ് സ്റ്റേഷനിൽ നിന്നുള്ള എല്ലാ ട്രെയിൻ സർവീസുകളും ഈസ്റ്റ് മിഡ്ലാൻഡ് റെയിൽവേ റദ്ദാക്കി. വരും ദിവസങ്ങളിലെ സർവീസുകളുടെ കാര്യത്തിലും റെയിൽവേ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.